ജനിക്കുമ്പോൾ അതിദരിദ്രനായ ഒരു അടിമ, കറുത്ത നിറം, ഒരു കണ്ണില്ല, മൂക്കാകട്ടെ ചപ്പിയിരിക്കുന്നു, നടക്കാൻ വലിയ പ്രയാസമുണ്ട്, ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളവുമില്ലാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഖലീഫമാരും സുൽത്താൻമാരും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ കേട്ടാൽ വിറയാർന്ന ഭാവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കും. മക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമജ്ഞനായി മാറിയ ഇമാം അത്വാ ഇബ്നു അബി റബാഹ്. ഹിജ്റ 26 ജനിക്കുന്ന അത്വാ മക്കയിലെ പ്രമുഖ സ്വഹാബികളിൽ നിന്നാണ് വിദ്യ നുകരുന്നത്. ഉമമി ഖലീഫമാർ മക്കയിൽ ഇങ്ങനെ ഒരു വിളംബരം നടത്തിയിരുന്നു: ഹജ്ജ് വേളയിൽ അത്വാ ഇബ്നു അബി റബാഹ് അല്ലാതെ മറ്റാരും ജനങ്ങൾക്ക് ഫത്വ നൽകാൻ പാടില്ല. ഹജ്ജ് ഉംറ കർമ്മങ്ങളെക്കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ കിതാബുൽ മനാസിക് എന്ന നിയമസംഹിതയാണ് പിൽക്കാലത്ത് 4 മദ്ഹബുകളിലെയും ഹജ്ജ് നിയമങ്ങൾക്ക് അടിത്തറയായത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പണ്ഡിതൻ അത്വാ ആണ് എന്ന്. ഹജ്ജിൻ്റെ ഓരോ ചടങ്ങുകളുടെയും പൊരുൾ അദ്ദേഹം വിശദീകരിച്ചു തരികയുണ്ടായി. ഉമവി ഖലീഫ സുലൈമാൻ ഒരു സന്ദർഭത്തിൽ ഇമാം അത്വാഇൻ്റെ അടുക്കൽ ഹജ്ജ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി അദ്ദേഹത്തിൻ്റെ മക്കളുമായി വരുന്നു. എന്നാൽ ഖലീഫയാണ് അതല്ലെങ്കിൽ ഉമവി ഭരണാധികാരിയാണ് എന്ന പരിഗണനയൊന്നും അത്വാ ഇബ്നു അബി റബാഹ് അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകുന്നില്ല. തൻ്റെ ഊഴത്തിനനുസരിച്ച് അവസരം വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വിധികളും നിയമങ്ങളും എല്ലാം മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോരുന്ന സമയത്തിൽ സ്വന്തം മക്കളോടായി ഖലീഫ സുലൈമാൻ പറയുന്ന വളരെ പ്രസിദ്ധമായൊരു പ്രസ്താവനയാണ്. നോക്കൂ, ഒരു അടിമയായി ജനിച്ച അത്വാ സുൽത്താൻമാർക്കും ഖലീഫമാരെക്കാളും മേലെയായി ഇസ്ലാമിൽ ഇത്രമേൽ വലിയൊരു സ്ഥാനം നേടുന്നത് അറിവുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അറിവാർജിക്കണം, വിജ്ഞാനം സമ്പാദിക്കണം എന്നാണ്. 20 വർഷം തുടർച്ചയായി പള്ളിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ഇമാം അത്വാ. ഭരണാധികാരികളുടെ സിംഹാസനത്തിന് സമീപത്തേക്ക് കയറി ചെല്ലാൻ അദ്ദേഹം ഒട്ടും ആഗ്രഹിച്ചില്ലായിരുന്നു എന്നാണ്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച ഇമാം അത്വാ ഹിജ്റ വർഷം 114 മക്കയിൽ വെച്ചാണ് വഫാത്താകുന്നത്.